ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു ഹോംലി ഫിയേസ്റ്റ. ഞാൻ അശ്വതി. നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണാറുള്ളത് ഒന്നെങ്കിൽ ഫുഡ് അടിക്കുന്നത്, അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിന്, അങ്ങനത്തെ കുറേ കണ്ടൻസ് അല്ലേ നിങ്ങൾ കാണാറുള്ളത്. ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ മഹാത്മാ നാച്ചോ കെയർ സെൻറ്ററിലായിട്ടുള്ളത്. എന്തിനാണെന്നില്ലേ, ഇനി കുറച്ച് ദിവസം ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ജീവിക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റിന് വന്നതാട്ടോ. എനിക്ക് ബോഡി വെയ്റ്റ് നല്ലതുപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുറയ്ക്കുകയും വേണം, ഒന്ന് ഡീടോക്സിഫിക്കേഷൻ. അതായിരുന്നു എൻ്റെ രണ്ട് മെയിൻ പേർപ്പസ്. അതിന് വേണ്ടി വന്നു. അവിടെ റൂംസൊക്കെ താഴത്തെ ഫ്ലോറുണ്ട്, മുകളിലത്തെ ഫ്ലോറിലും ഉണ്ട്. എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് റേറ്റ്സ് ആണ്. ഇതാണ് അവരുടെ ഒരു ഡൈനിങ് ഏരിയ. പക്ഷേ നമുക്ക് വലിയതായിട്ട് ഫുഡൊന്നും അടിക്കാനില്ലാത്തതുകൊണ്ട് അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബെഡ്റൂംസ് ഇങ്ങനെയാണ്. എല്ലാ റൂമിലും ഒരു 2 ബെഡ് കാണും. ഫസ്റ്റ് ഡേ വന്നപ്പോൾ എനിക്ക് പത്തിരിയും ഉള്ളിക്കറിയും ആയിരുന്നു. ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് അത്താഴം അവിടെ നിൽക്കുമ്പോഴുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് രാവിലെ ഡോക്ടർ വന്നു. നമ്മളുടെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർ ഫാസ്റ്റിങ്ങിലോട്ട് നമ്മളിടാണ്. ഇളനീർ വെള്ളമായിരുന്നു ആദ്യത്തെ 2-3 ദിവസം ഞാൻ എടുത്തത്. പിന്നെ ഞാൻ വെള്ളം, ജീരക വെള്ളമായിരുന്നു. 2 hours കൂടുമ്പോൾ അവർ നമുക്ക് കൊണ്ടുതരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കുറേ പേരുണ്ടാവും. അവരുടെ കൂടെ നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് പോവാം. ഭയങ്കര പ്രകൃതി രമണീയമായൊരു സ്ഥലം, ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസസ്. നമുക്ക് ഒന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ നടന്നാലും അടിപൊളി സ്ഥലം. ഈ പറിച്ച പറങ്ങി മാങ്ങ അല്ലെങ്കിൽ കാഷ്യൂ ആപ്പിൾ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കാണാനൊരു ഭംഗിക്ക് പറിച്ചെന്നേ ഉള്ളൂ. ഞാൻ ചെന്ന സമയത്ത് അവിടെ പൂരത്തിൻ്റെ സമയമായതുകൊണ്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ പൂരത്തിൻ്റെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആകുമ്പം ഈ വെയിൽ കൊള്ളണം. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് കഥ പറഞ്ഞ് ഒരു 6-6:30 വരെ നമ്മളെല്ലാവരും ഇങ്ങനെ സൺസെറ്റൊക്കെ എൻജോയ് ചെയ്തിട്ടിരിക്കും. മാംഗ്രോവ് ഫോറസ്റ്റുകളും ഒരു റിസോർട്ടിൻ്റെ ഒരു റോഡ് ഉണ്ടായിരുന്നു, അമ്പലത്തിൻ്റെ റോഡ്, ഹൈവേ കണക്ട് ചെയ്യണ എല്ലാം കൂടെ നമുക്ക് ഒരു 3 കിലോമീറ്ററൊക്കെ നടക്കായിരുന്നു. വാട്ടർ ഫാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഉണ്ടാകും. പിന്നെ അന്ന് പോകേണ്ടവർ പോകും. നമുക്ക് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഇതായിരുന്നു. നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ചുമ്മാ അവിടെ ഇരുന്നിട്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തന്നെ ഒരു രസമായിരുന്നു. ഒരു ദിവസം ഈ അമ്പലത്തിലൊക്കെ പോയി ചുമ്മാ ഒരു കാവായിരുന്നു. അവിടെ പോയി തൊഴുതു. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു. വെള്ളം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ ഒരു ഇൻറ്റൻഷനും അതുമാണ് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. ഞാൻ അവിടെ ചെല്ലുമ്പം എൻ്റെ വെയിറ്റ് വാസ് ലൈക്ക് 84,500. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ വെയിറ്റ് 76,500 ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ജൂലി യാത്രയായി. പിന്നെ ചിത്രാജി ഉണ്ടായിരുന്നു. ചിത്രാജിയുടെ അടുത്ത് കുറേ സംസാരിച്ച് ഇതൊക്കെ തന്നെ പണി. എല്ലാവരുടെ അടുത്തും കഥയൊക്കെ പറഞ്ഞ് നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ടയേർഡാവും കേട്ടോ. നമ്മൾ ഫുള്ള് വെള്ളം മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും സോഴ്സ് ഓഫ് എനർജി വരാത്തത് കാരണം നമുക്ക് അത്ര പുറത്തൊന്നും നടക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും വി ക്യാൻ മാനേജ് ഇറ്റ്. ഭക്ഷണം ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഭയങ്കര ഫാമിലിക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു. അവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും. നമുക്ക് പിന്നെ കുറേ പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇവരെല്ലാവരും നല്ല കൂട്ടായിരുന്നു. ഷൈമേച്ചി, ലിഷ, സുമാ മിസ്, ദിവ്യ, ആര്യ, ചിത്രാജി, എങ്ങനെ ഫുൾ എല്ലാവരും നമ്മളെ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു മഡ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് തുണിയിൽ കുറച്ച് മണ്ണ് ഇതാക്കിയിട്ട് നമ്മൾ തണുത്തത് തേച്ച് ചൂട് കാലത്ത് ഭയങ്കര സുഖമായിരുന്നു അത് കാലിനൊക്കെ ഇടുന്നത്. ആൻഡ് ഫൈനലി എനിക്ക് യാത്ര പറയേണ്ട സമയമായി. ഒരു യാത്രാ പ്രസംഗം. ഞാൻ ഫുൾ ടൈം ഷൈമേച്ചിൻ്റെ വാല് തൂങ്ങി നടക്കുകയായിരുന്നു. നല്ല സങ്കടം ഉണ്ടായിരുന്നു ഷൈമേച്ചിനെ വിട്ടിട്ട് പോരുന്നതിൽ. ഭയങ്കര കമ്പനിയായിരുന്നു. പെട്ടെന്ന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് പോരുന്ന സമയത്ത് നമുക്കൊരു ഫുഡൊക്കെ തന്നിട്ടാണ് വരുന്നതിൻ്റെ ഇതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ജ്യൂസസിലേക്ക് ആക്കും. കഞ്ഞി, ഒരു ചമ്മന്തി, ഒരു ഉപ്പേരി മാത്രം. ഭയങ്കര ലൈറ്റ് ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങണം എന്നാണ്. ആകെ ഇത് മാത്രം കഴിച്ച് എന്നാലും അത് അത്ര കഞ്ഞീൻ്റെ ഒരു കാഭാഗം പോലെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ഷൈമേച്ചിയുടെ ഫുഡായിരുന്നു. ഒരു കറി ഉണ്ടായിരുന്നു. ഷൈമേച്ചി കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു സാലഡും കാര്യമൊക്കെ. ആരും ഇത് മുഴുവനൊന്നും കഴിക്കില്ല, അത്രയും ബാക്കി ഉണ്ടാകും. പിന്നീട് വന്നിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും ഒരു ബൈ ഒക്കെ പറഞ്ഞു. അയ്യോ, ഭയങ്കര നല്ലൊരു സുഖമുള്ളൊരിതായിരുന്നു. തടി കുറയ്ക്കേണ്ടവർക്ക് അവിടെ പോവാം കേട്ടോ.